ഒരു ചിന്തയിലേക്ക് ഇന്ന് വരികയാണ്. ആരാധ്യരായുള്ള പ്രേക്ഷകരിൽ ഒരു ചിന്ത എന്ന് മാത്രം കരുതിയാൽ മതി. ഒരാൾ മരിച്ചാൽ ഉടനെ നമ്മൾ അന്വേഷിക്കും, എന്തായിരുന്നു സൂക്കട്? മിനിങ്ങാനും കൂടി അയാളെ മാങ്കാവ് അങ്ങാടിയിൽ കണ്ടതാണല്ലോ. അപ്പൊ മറുപടി പറയാ, ഒരു സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, എന്തെങ്കിലും അത് കിട്ടിയാലേ നമുക്ക് സമാധാനമാവും. ഒരാൾ മരിച്ചാൽ എന്തെങ്കിലും ഒരു ന്യായീകരണം കിട്ടിയാലേ സമാധാനമുള്ളൂ. നമ്മുടെ ശീലം അതാണ്. അതേ സമയത്ത് നല്ലൊരു വിഭാഗം ചിന്തകന്മാർ പറഞ്ഞു, മരണവും രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു രോഗവും ഇല്ലാത്ത ആളും മരിക്കാം. മരിക്കണമെന്ന് കുറഞ്ഞു വീഴുക ബോധം കിടക്കുക ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സൂക്കട് വേണം എന്നാണ്. യഥാർത്ഥത്തിൽ രോഗം വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ എന്താ എല്ലാവർക്കും സൂക്കടിന് എത്ര പേടി? രോഗം വേണ്ട എന്ന് പറയാൻ കാരണം ജന്മജന്മാന്തരമായിട്ട് നമ്മൾ രോഗം വന്നിട്ടാ മരിച്ചതേ. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ എന്തുണ്ടായി? തെറ്റായ ജീവൻ നയിച്ചു, രോഗം വന്നു, അങ്ങനെ മരണമുണ്ടായി. ജന്മജന്മ ഇന്നൊന്നരെ തുടങ്ങിയല്ലോ, എത്രയോ ജന്മമായി തുടങ്ങിയല്ലേ രോഗം വരിക, മരിക്കുക. മരണവും രോഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു ദിവസേന കീ കൊടുക്കുന്ന ടൈം പീസ്, ആ ടൈം പീസിന് ഒരു പരിധി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓഫാവും. അതിനെന്തെങ്കിലും പ്രശ്നം വന്നിട്ടാ, അസുഖം വന്നിട്ടാ? ഇതുപോലെ ഹൃദയത്തിന്റെ കപ്പാസിറ്റി ഉണ്ട്. അത് ടിക് 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 എന്ന് മിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മിടിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയം നമ്മൾ രാത്രി കിടന്നുറങ്ങിയാലും ഇത് ടിക് ടിക് എന്ന് അടിച്ചുകൊണ്ടിരിക്കും. ആ ഹൃദയവുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, ജീവിക്കുന്നത്. എന്തൊക്കെ തെറ്റുകൾ ഹൃദയത്തോട് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചെയ്യും. പുസ്തകം വായിച്ചിട്ട് അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അനുസരിക്കും. ഒരാളും അയാളുടെ ശരീരം പറഞ്ഞത് അനുസരിക്കാറില്ല. ശരീരം പറഞ്ഞത് അനുസരിക്കാറുണ്ടോ? നാട്ടുകാർ പറഞ്ഞതും വേറെ ആള് പറഞ്ഞതും. ഇപ്പോഴത്തെ ജീവിതം മനസ്സെന്ത് പറഞ്ഞു അതനുസരിച്ചാണ് ജീവിതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ധന്യമേദിനം ഷൂട്ട് ചെയ്തത്. ഇത്രയും കാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണല്ലോ. അത് എന്താ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം? അത് രാവിലെ കഴിക്കുന്ന ആഹാരം, രാവിലെ കഴിക്കുന്ന ആഹാരം ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും പറയും രാവിലത്തെ ആഹാരത്തിന് ബ്രേക്ക്ഫാസ്റ്റ്. എന്താ അവിടെ ബ്രേക്ക് ചെയ്ത്? അത് വേണമല്ലോ, ഒരു ബ്രേക്ക് വേണമല്ലോ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരാഹാരം. തലേ ദിവസം അസ്തമയത്തിന് മുൻപേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കരുത്. സൂര്യാസ്തമയത്തിന് മുമ്പേ
രാത്രിയിലത്തെ ആഹാരം കഴിക്കണം. സൂര്യൻ അസ്തമിച്ചു. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും രാത്രി വിശ്രമം, വയറിനും വിശ്രമം. ഇത് വയറ് പറഞ്ഞാൽ കേൾക്കും. വയറിന്റെ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നുണ്ടോ? നിനക്കിപ്പോ വേണോന്ന്? രാത്രി 11നും 11:30ക്കും ചിക്കൻ തിന്നല്ലേ, മട്ടനും. സകല ഹോട്ടലുകളും തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ രാത്രി സമയത്ത്. സന്ധ്യക്ക് മുമ്പ് ആഹാരം കഴിച്ചാൽ പിന്നെ രാത്രി ഫാസ്റ്റായി, നിരാഹാരമാണ്. നേരം വിളിച്ചായി ആ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്തു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ അർത്ഥം പോലും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മുടെ പഴമയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒട്ടും അറിയാതെ ജീവിക്കുകയും എന്നും നമ്മളെ അനുസരിക്കുന്ന ശരീരം പറയുന്നുണ്ടോ മദ്യപിക്കാൻ? മദ്യപിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിക്കുന്ന ഒരു ബന്ധുക്കാരൻ, അങ്ങനെ ഫിറ്റായി രാവിലെ മുതൽ വൈകുന്നേരം വരെ. ശരീരം പറഞ്ഞോ കുടിക്കാൻ? കള്ളു കുടിക്കാൻ പറഞ്ഞത് മനസ്സാണ് പറഞ്ഞത്. സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോവാന്ന് ആരെ പറഞ്ഞേ? മനസ്സ്. ശരീരം അത് പറഞ്ഞിട്ടില്ല. ശരീരത്തോട് ചോദിച്ചാൽ കണ്ണുകൾ എന്താ പറയാ? അയ്യോ ഇതുവരെ TV കണ്ടുകൊണ്ടിരുന്നില്ലേ, ഇനി ഇന്നൊന്ന് രക്ഷപ്പെടുത്തുക എന്നല്ലേ കണ്ണുകൾ പറയാ. കണ്ണുകൾ പറയുന്നുണ്ടോ സെക്കൻഡ് ഷോ കാണണമെന്ന്? സെക്കൻഡ് ഷോ കാണണമെന്ന് പറഞ്ഞത് മനസ്സാണ് പറഞ്ഞത്. മേശപ്പുറത്തുള്ള ആഹാരം മുഴുവൻ തിന്നണം. മേശപ്പുറത്ത് മുഴുവൻ കുണന്ന് നിരത്തിയിട്ട് ഇനി വല്ലതും ഉണ്ടോ? കണ്ടിട്ട് ചോദിക്കുക ഒരാള്, ഇനി വല്ലതും തിന്നാണ്ടോന്ന്. ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇനി വല്ലതും ഉണ്ടോന്ന് ചോദിച്ച ആൾ ഒരു വരി കൂടി ചോദിച്ചു വീട്ടോട്. അല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് തീർന്നാൽ രണ്ടാമതും കിട്ടില്ലേ? എന്താ പതൊക്കെ ചോദ്യം? ഇതൊന്നും ശരീരം പറഞ്ഞതല്ല. ഈ ശരീരം പറയുന്നത് കേൾക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചിലപ്പോ ശരീരം പറയുന്നത് അധികം കഴിക്കേണ്ടതാണ്. അല്ല, എല്ലാ ദിവസവും ഇത്രയാണ് കഴിക്കാറ്. ശരീരം പറഞ്ഞില്ലേ ഇന്ന് അത്ര കഴിക്കണ്ട, എനിക്കിവിടെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എത്ര നല്ല രീതിയിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കോശങ്ങൾ അപ്പോഴപ്പോൾ പറഞ്ഞു തരുമ്പോൾ ശരീരം പറഞ്ഞു കേൾക്കില്ല, മനസ്സ് പറഞ്ഞു കേൾക്കും. മനസ്സിങ്ങനെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കും, ഓരോന്ന് ഭാവന ചെയ്യും, കവിത ചൊല്ലും. അല്ലാതെ തണുപ്പ് വരുമ്പോ ശരീരം പറയും ഒന്നകത്തേക്ക് പോകുന്നു. അല്ല, വളരെ ബുദ്ധിമുട്ടിയിട്ട് ഫ്ലൈറ്റിൽ വന്നതാണ്, സിംലയിലാണ്, ഇവിടുത്തെ തണുപ്പ് ഒന്ന് അനുഭവിക്കണം, അതിലൊരു കവിതയുണ്ട്. ഇതൊന്നും ശരീരത്തോട് പറയണം. കോടിക്കണക്കിൽ കോശങ്ങൾ ശരീരത്തിലുണ്ട്. അവര് പറയുന്നത് കേൾക്കുക. അവര് രാത്രി 2 മണിക്ക് ചിക്കൻ പൊരിച്ചത് കഴിക്കണമെന്ന് അവര് പറയില്ല, മനസ്സാ പറഞ്ഞത്. ഈ ജീവിതത്തിനെ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇത്ര വിറ്റാമിൻ കിട്ടണം, ഇത്ര ആഹാരം കഴിക്കണം. ഇതിപ്പോ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ചികിത്സയില് എല്ലാ ചികിത്സയും മുടങ്ങി പ്രകൃതി ചികിത്സയ്ക്ക് വന്നൊരു രൂപാവും. പക്ഷെ മരിച്ചു. അതിനുമുമ്പ് സാധാരണ ഇംഗ്ലീഷ് ഗുളികയും വർഷങ്ങളോളം കഴിച്ചതിന് ശേഷമാണ് ഈ പ്രകൃതി ചികിത്സയിലേക്ക് വരണത്. അമ്മ ഡോക്ടറാണ്. അമ്മ കരഞ്ഞും കൊണ്ട് എന്നോട് പറയണം, 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പറയണത്,
പൊട്ടാസ്യം കിട്ടാതെയാണ് എന്റെ കുട്ടി മരിച്ചത്. കുട്ടി മരിച്ചത് ഇംഗ്ലീഷ് ഗുളിക ധാരാളം കഴിച്ചതിന്റെയാണ്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ നോർമലായ അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. പ്രകൃതിയുമായിട്ട് ചെയ്യുക, ശരീരവുമായിട്ട് ചേരുക. ശരീരം ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല, മനസ്സ് ആവശ്യപ്പെടുന്നു. മരണമോ? മരണത്തിന് രോഗം വേണ്ട. അങ്ങനെ മരിച്ച് അനവധി ജന്മങ്ങളെടുത്ത് മരണത്തിൽ ഓരോരോ രോഗകാരണവും ഉണ്ടായി ശീലമായതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തുന്ന കോശങ്ങൾ വരണു. മരണവും ഇതുമായിട്ട് ബന്ധമുണ്ട്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.